ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഷെഫ് പണിക്കർ, നാലുകെട്ട് റെസ്റ്റോറൻറ്റ്, അജ്മാൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് പുതിയ ഒരു വീഡിയോയുമായി. മറ്റൊന്നുമില്ല, നമുക്ക് ബീഫ് കറി എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാന്നുള്ളതാണ്. ബീഫ് കറി നാടൻ സ്റ്റൈലിൽ ഒരു ബീഫ് കറി സിമ്പിളായിട്ട് അങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം, പങ്കുവയ്ക്കാം, തകർക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ സ്റ്റവ് അങ്ങോട്ട് ഞാൻ ഓണാക്കി നമ്മുടെ ആ കുക്കർ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ബീഫ് ഇടാൻ പോകണം. 1 കിലോ ബീഫുണ്ട്, ഏകദേശം 1 കിലോ ബീഫുണ്ട്. അതിൻ്റെ ഒരു സ്വല്പം ഒരു സ്പൂൺ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. 3 ടീസ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇടാൻ പോകണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പിടുന്നു. സോൾട്ട് 1 ടീസ്പൂൺ. ഒരു സ്വല്പം നമ്മുടെ പെരിഞ്ജീരകം പൗഡർ, 1/2 ടീസ്പൂൺ ഓൾ ഗരം മസാല പൗഡർ, ഒരല്പം ബ്ലാക്ക് പെപ്പർ പൗഡർ. അതിനുശേഷം ഒരു 2 പീസ് നമ്മുടെ പൊട്ടറ്റോ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ശകലം പൊട്ടറ്റോ ഇടുന്നു. ഒരു 100 മില്ലി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു. ഇത് വേഗം നമുക്ക് ഈ ബീഫ് വേഗം ഫാസ്റ്റായിട്ട് വേകാൻ വേണ്ടി ഒരു ലൈം ഒഴിക്കുകയാണ്. 1 പീസ് ലൈം ഒഴിച്ചിരിക്കുകയാണ്. അതെല്ലാം ഇട്ടൊന്ന് ഇളക്കുവാണ്. ഇതൊക്കെ ഒരു 3-4 വിസിലാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്ന് മൂടി വയ്ക്കാം, ഒന്ന് ക്ലോസ് ചെയ്യുവാണ്, അടച്ചിടുവാണ്. അപ്പോൾ 5-6 വിസിൽ വരെ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ. ബീഫ് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള എളുപ്പത്തിലുള്ള ഒരു മസാല തയ്യാറാക്കാം. ആദ്യമായി നമ്മൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒരു 20 മില്ലിയോളം ഉണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നാളികേരത്തിൻ്റെ വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ നമ്മുടെ ആ കടുക് ഇടാൻ പോവാണ്. അങ്ങനെ വെളിച്ചെണ്ണ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമുണ്ട്, 5 ഗ്രാം മസാലയുണ്ട്, കടുകുണ്ട്. 5 ഗ്രാം കടുക് ഇട്ടിരിക്കുകയാണ്. നാളികേരത്തിൽ ആ നാളികേര കൊത്തുണ്ടായിരുന്നു. ഒരു സോസിൽ ഇട്ടു. 1 ടീസ്പൂൺ ഇഞ്ചി ഇട്ടു. സൈസ് ഇഞ്ചിയാണ് ഇട്ടിരിക്കുന്നത്. സ്വല്പം കരിവേപ്പില. ഒരു 10 ഗ്രാം നമ്മുടെ വെളുത്തുള്ളിയാണ്. 10 ഗ്രാം കൂടെ വെളുത്തുള്ളി. സവോള സൈസ് ചെയ്ത സവോള, 150 സൈസ് ചെയ്ത സവോള. സവോള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിരിക്കുകയാണ്. ആ സമയം നമ്മളൊരു 1 ഗ്രാം മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നു. ഒരു 5 ഗ്രാം കാശ്മീരി ചില്ലി പൗഡർ, ഒരു 5 ഗ്രാം നമ്മുടെ മുളക് പൊടി, നാടൻ മുളക് പൊടി, ഒരു 3 ഗ്രാം സോമ്പ് പൗഡർ, മല്ലിപ്പൊടി ഒരു 5 ഗ്രാം ഇട്ടിട്ടുണ്ട്. നമ്മുടെ മസാല ഇങ്ങനെ മൂത്ത് വേണം. അപ്പോൾ നമ്മുടെ ആ തക്കാളി ഇടാൻ പോകണം. അങ്ങനെ തക്കാളി ലെവൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ വെന്ത് വെച്ച് ബീഫ് ഒന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആ കുക്കറിനെ അങ്ങോട്ട് വെയിറ്റ് മാറ്റി അതിനുശേഷം ബീഫ് എടുക്കാൻ പോകണം. ആഹോ, നല്ല കണ്ടീഷൻ ബീഫ് വെന്തിട്ടുണ്ട്. അതുകൊണ്ടിരുന്നു കുറുകി വന്നിട്ടുണ്ടാണ് ബീഫ് ഇവിടെ. ബീഫ് കറി അങ്ങനെ ഏകദേശം നല്ല സെറ്റായിരിക്കുവാണ്. നോക്കി ഒരു ലൂസ് ഗ്രേവിയാണ്. ആ സമയത്ത് നമ്മൾ ഒരു സ്വല്പം കൂടി നമ്മുടെ കരിവേപ്പില ഇടുന്നു. ശകലം കൂടി ആ ഗരം മസാല പൗഡർ ഇടുന്നു. ശകലം പെപ്പർ പൗഡറും എല്ലാം ഇട്ടു. ശകലം സോമ്പ് പൗഡർ ഇട്ടു. ശകലം കരിവേപ്പില, ശകലം ഒരു 2 മില്ലി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബീഫ് കറി റെഡിയാണ്. അങ്ങനെ നമ്മുടെ ആ ബീഫ് കറി നല്ല സുന്ദരമായിരിക്കും, നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ അജ്മാൻ 4 ഇതുപോലെ സ്വാദിഷ്ടമായ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓടി വരൂ.